അസ്സലാമലൈക്കും സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം. നമ്മളെ കേരളത്തിൻ്റെ പുതിയ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല സാറ് റിപ്പോർട്ട് കണ്ട് ലഹരിക്കെതിരെ ശക്തമായ പോരാട്ടമായിരിക്കുന്നു. വളരെ നല്ല കാര്യമാണ് സാറേ. ആദ്യം നമ്മളിപ്പോൾ കേരളത്തിൽ ചെയ്യേണ്ടത് അതാണ്. കാരണം നമ്മളെ തലമുറ പോയി, ഇനി തന്നെയെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിയുമോ നോക്കി നിങ്ങൾ. എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നുമില്ല. പിന്നെ എന്താ അറിയോ, എൻ്റെ വീടിൻ്റെ അടുത്ത് ഓമശ്ശേരിയാണ് സാറേ എൻ്റെ പുര, കോഴിക്കോട് ജില്ലയിൽ ഓമശ്ശേരി. വീടിൻ്റെ അടുത്ത് 3 മാസമായിട്ടത് എന്നോട് വാപ്പ ഇനി അതിൽ ഇടപെടണ്ട. ഞാൻ പറഞ്ഞു ഞാൻ ഇടപെടില്ല, പക്ഷേ ഞാൻ എന്നെങ്കിലും പൊതുസമൂഹത്തിന് അറിയിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കാണിച്ചു തരാം സാറേ. ഇവർ പറയുന്നത് അറിയോ, പച്ചക്കറിയാണ് 2 പയറച്ചാട് കുഴിച്ചിട്ട് കേരളത്തിലെല്ലാ സ്ഥലത്തും ഇങ്ങനെ കേട്ടോ. എന്നിട്ട് നമ്മളെ ചെക്കന്മാർ MDM അടിച്ചിട്ട് ഇപ്പം എന്താകുകയാണ്, കള്ളന്മാരാകുക, കൊലയാളികളാകുക. കുറേ എണ്ണം വിഷം കുടിച്ച് മരിക്കുകയാണ്. ആർക്കും മാണ്ടാത്തൊരു ജന്മം. ഈ കേരളത്തിൽ ഓരോ അങ്ങാടിയിലും ഉണ്ടാവും ഈറ്റ 10-20 എണ്ണം മാനസിക നില തെറ്റി. ഇതിനെ തകർത്തിയില്ലെങ്കിൽ ഇതൊന്നും ആർക്കും അറിയണ്ട. ഏതായാലും ഓമശ്ശേരിക്കാർ തന്നെ കണ്ടോളി, നിങ്ങളൊക്കെ പൊന്നാര മക്കൾ ഇന്ത്യൻ കുടുംബത്തിൽ ഉണ്ടാവും. അതായത് ആർക്കും ഒരു മൈൻഡും ഇല്ല. പാവം പാപ്പാർ ഗൾഫ് കഷ്ടപ്പെടുകയാണ്. എന്നിട്ട് ഈ റോഡിന് വരും സാറേ, ഈ റോഡിന് പോവുക. 3 മാസമായി. ഞാനൊന്നും ചോദിക്കട്ടെ സാറേ, ഒരു ഹെൽമെറ്റ് ഇല്ലാണ്ട് കോഴിക്കോട് വരെ പോയി തരാൻ കഴിയൂല. എന്നപ്പോൾ ഫൈൻ കൊടുക്കും. അപ്പോൾ കഴിഞ്ഞ സർക്കാർ കണ്ണുറന്നപ്പോൾ ഒക്കെ കൂടി പിടുത്തം വിട്ടിക്കണ പോലെ അധികാരം മാറി. ഇനി 5 കൊല്ലം നിങ്ങൾ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് സാറേ, ഡിപ്പാർട്ട്മെൻറ്റ് 90% കേരളത്തിലുള്ള പോലീസും എക്സൈസും എന്ന് പറഞ്ഞാൽ തറവാട്ടിൽ ജനിച്ചോല. പക്ഷേ അതിൽ 10% ചെറ്റകൾ നല്ല ഉദ്യോഗസ്ഥന്മാർ ഇറങ്ങുമ്പോൾക്ക് ഈ മാഫിയക്ക് ബലം ഒറ്റ കൊടുക്കുമെന്നും ഞാൻ കാണിച്ചു തരാം സാറേ. ഇത് നോക്കി ഞങ്ങൾ. അതായത് MDM അടിക്കുന്നവർക്ക് ഭയങ്കര ദാഹിക്കും. ഞാൻ 3-4 വട്ടം ഇവിടെ വന്ന് ബാപ്പനെ എല്ലാവരെയും അവഗണിച്ചും കൊണ്ട്. കാരണം എന്താണെന്നൊന്നും അറിയണമല്ലോ. പോലീസിൻ്റെ ഒന്നും സൈഡ് ഉണ്ടാവില്ലാണല്ലോ എനിക്കറിയാം. പക്ഷെ എൻ്റെ നേരെ ചതിയിലല്ലെങ്കിൽ ഈ ചെറ്റകൾക്ക് പ്രതിരോധം ഉണ്ടാവും എന്നോട്. അപ്പോൾ ഇത് കണ്ടോ സാറേ, അതായത് MDM അടിക്കുന്നവർക്ക് ഭയങ്കര ദാഹിക്കും. ഇതുണ്ടല്ലേ, ഒരു 700 കുപ്പി നിറച്ചു. ഇതാ വെള്ളക്കുപ്പിയാണ്. ഇവർക്ക് 24 മണിക്കൂറേത്തൊക്കെ ഒരു ജ്യൂസും ഒരു ബോട്ടിലും കിട്ടി. എന്നിട്ട് ഞാൻ വരുമ്പോൾ പറഞ്ഞത് അത് KPI പച്ചക്കറി കൃഷിയാണ് 2 പയററ്റം നട്ടിക്കണ്. ഓംശേരിക്കാരൊക്കെ കണ്ടോളി. അതായത് 10-15 വയസ്സായ മക്കൾ അതിലെ വരും, ഇതിലെ പോവും, അതിലെ വരും, ഇതിലെ പോവും. ഇതാണ് കേട്ടോ നാടിൻ്റെ അവസ്ഥ. സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയക്കാരും ഒക്കെ ശ്രമിച്ചോളി, അല്ലെങ്കിൽ നമ്മളെ കേരളം ഉണ്ടാവില്ല. ഇപ്പം എന്താ സംഭവിക്കുന്നത് അറിയോ, കൂലിപ്പണിക്ക് പോണ കള്ളനാകുകയാണ്. ഏത് കൊലയാ